എനിക്കൊരു കാര്യം കേട്ടപ്പോൾ വിചിത്രമായിട്ട് തോന്നി. കാലങ്ങളായിട്ട്, കുറച്ച് നാളുകളായിട്ട് നിങ്ങളുടെ കരം, ഭൂമിയുടെ കരം എടുക്കുന്നില്ല. അത് ശരിയാണ് അല്ലേ? ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു. സ്വന്തം ഭൂമിക്ക്, എല്ലാ റെക്കോർഡുകളുമുള്ള ഭൂമിക്ക് കരം വേണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യമുള്ളവരാണല്ലോ. നിങ്ങളുടെ ഭൂമിക്ക് കരം വേണ്ട. ഞങ്ങൾക്കും കുറച്ച് ഭൂമിയുണ്ട്, അതെങ്ങനെയെങ്കിലും കരം വേണ്ടെന്ന് പറഞ്ഞാൽ നല്ല കാര്യമായിരുന്നു. എല്ലാ റെക്കോർഡുകളുള്ള ഭൂമിയാണ്. അപ്പൊ നിങ്ങൾ കുറച്ച് ആനുകൂല്യം പറ്റുന്നവരാണല്ലോ. കാരണം നിങ്ങളുടെ ഭൂമിക്ക് കരം വേണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ പരിഹാസബോധകമായിട്ട് പറയുകയില്ല, പക്ഷേ എന്താണ് അതിന്റെ അടിസ്ഥാനം? നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച ഭൂമി, നിങ്ങളുടെ കാരണവന്മാരെ അധ്വാനിച്ച ഉണ്ടാക്കിയ ഭൂമി, രേഖകളുള്ള ഭൂമി നിങ്ങളുടേതല്ലാതാകുമോ? അതുകൊണ്ട് കരം വേണം. പ്രിയ ഉദ്യോഗസ്ഥരെ, സർക്കാരുകളെ, ഈ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുവാൻ നിങ്ങളെ നിങ്ങളാക്കിയ ജനതകളെ വിസ്മരിക്കരുത്. നിങ്ങളെ നിങ്ങളാക്കി തീർത്ത ജനതയെ വിസ്മരിക്കരുത്. ഇവിടെ ഞാൻ വോട്ടുപെട്ടി ഉയർത്തി കാണിച്ച് വിലപേശലുകൾ നടത്തുകയല്ല. ഈ ജനതയുടെ കാര്യം നോക്കിയാൽ നിങ്ങളുടെ കാര്യം ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള നീതിയുണ്ട്. ആ നീതിയുടെ പേരാണ് വ്യാപാര നീതി, ട്രാൻസാക്ഷണൽ ജസ്റ്റിസ്. നീ അത് ചെയ്തു തന്നാൽ നിനക്ക് ഇത് ചെയ്തു തരാം. ഇങ്ങനെയുള്ള ഒരു വ്യാപാര നീതി അല്ല മുനമ്പത്തെ ജനതയ്ക്ക് ആവശ്യം. മുനമ്പത്തെ ജനതയ്ക്ക് ശരിയായ നീതി തന്നെയാണ്. ആ നീതി സ്ഥാപിച്ചു കിട്ടാൻ വേണ്ട സർവ രേഖകളും സർവ പേപ്പറുകളും അവരുടെ കയ്യിലുണ്ടല്ലോ. അത് വെച്ചുകൊണ്ട് തന്നെ ആ ജനതയെ സഹായിക്കുവാൻ, ജനതയുടെ കാര്യങ്ങൾ പരിഗണിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്.